മക്കളാണ്. മക്കൾക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം. എനിക്ക് വേണ്ടി ഡയാലിസിസ് നടക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ എത്ര പോട്ട് മാറ്റി വെക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. സഹായിക്കുന്നത് മക്കളെ നോക്കാനില്ല. ഈ സങ്കടം പ്രിയപ്പെട്ട മൻസൂറിന്റെ കണ്ണിൽ നിന്ന് ഈ കണ്ണീര് പ്രിയപ്പെട്ടവരെ നമ്മളോടുള്ള ചോദ്യചിഹ്നമാണ്. കോഴിക്കോട്ടുകാരോട്, കുറ്റിച്ചിറക്കാരോട്, ചക്കുംകടവിലെ പൊതുപ്രവർത്തകന്മാരോട്, പണമുള്ള ആളുകളോട്, പണമില്ലാത്ത ആളുകളോട് നമ്മളൊന്ന് പല തുള്ളി പെരുവെള്ളമായി ഒന്ന് സഹായിച്ചാൽ ഈ പ്രിയപ്പെട്ട മൻസൂറിന്റെ ജീവൻ, ഈ സഹോദരന്റെ 2 മക്കളെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഈ 2 മക്കളെ കണ്ടോ ഞങ്ങള്? പെരുന്നാളിന്റെ അന്ന് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചപ്പോ, നല്ല ഡ്രസ് ഇട്ടപ്പോ, മൈലാഞ്ചി ഇട്ടപ്പോ നമ്മുടെ വീട്ടിൽ ആഘോഷരാവോ അല്ലെ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ഈദ് മുബാറക്കിന്റെ വലിയ സന്ദേശം എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വീട്ടിലാണ് ഈ 2 മക്കള് സങ്കടത്തോടു കൂടി ഒരു പെരുന്നാൾ ഡ്രസ്സ് പോലും ഇടാനില്ലാതെ, അവർക്ക് ആഘോഷങ്ങളില്ലാതെ അവരുടെ ഉപ്പച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഈ 2 മക്കൾ അനാഥമാകാതിരിക്കാൻ, പ്രിയപ്പെട്ട ഫറാഷും യാസീനും അടക്കം ഈ 2 മക്കൾ അനാഥമാവാതിരിക്കാനാണ് പ്രിയപ്പെട്ടവരെ അത്ര സങ്കടത്തോടുകൂടി ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് സങ്കടം പങ്കുവെക്കുന്നത്. പിന്നെ എല്ലാവരും സഹായിക്കണം. പുതിയ ഉടുപ്പ് കിട്ടുമ്പോ ഒന്നും ഇടാനില്ല. ഉപ്പിന് മരിച്ചുപോയ അങ്ങനെ എത്തിയ കുട്ടികളാണ്. ഡോക്ടർ പറഞ്ഞ പെട്ടെന്ന് വായിച്ചു വെക്കാനാണ് വന്ന് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ നോക്കാറില്ല. ഒരു സ്ഥലത്ത് നരമ്പൂട്ട് വെച്ച് ഒരു കൈമണ്ണപ്പ ചെയ്യുന്നത് ലാഭം കിട്ടുന്നില്ല, കഴിക്കുന്നു. എന്നിട്ട് എടുത്ത കൈമണ്ണപ്പ ചെയ്യുന്നത് അടുത്ത കൈമണ്ണ് കിട്ടയച്ച്. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ 54-ാം ഡിവിഷനിലെ ചക്കുംകടവ് പുതിയപുരയിൽ വീട്ടിൽ താമസിക്കുന്ന ചെറുപ്പക്കാരനായ 2 മക്കളുടെ പിതാവിന്റെ ജീവന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത്. ഇരുവൃക്കകളും തകരാറിലായി 6 വർഷമായി കിഡ്നി അസുഖത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് നടത്തിയാണ് ഈ കുടുംബം മുന്നോട്ട് വന്നത്. ഷീറ്റിന്റെ അടിയിലാണ് പ്രിയപ്പെട്ടവരെ, മിച്ച ഭൂമിയിൽ വീട് കെട്ടി, ഷെഡ് കെട്ടി, അതിന്റെ താഴെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പ്രിയപ്പെട്ട മൻസൂർ ഇപ്പൊ കഴിയുന്നത്. മൻസൂറിന്റെ വീട് കുറ്റിച്ചിറയിലാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ 58-ാം ഡിവിഷനിലെ MT ഹൗസിലാണ് മൻസൂറിന്റെ വീട്. അവിടെ നിൽക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് 1.5 സെന്റിലാണ് വീടുള്ളത്. അവിടെ നിൽക്കാൻ കുടുംബങ്ങൾക്ക് കൂടുതലായതുകൊണ്ട് അവിടെ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട മൻസൂറിന്റെ ഭാര്യ വീടായ ചക്കുംകടവിലേക്ക് മിച്ച ഭൂമിയിൽ ഒരു ഷെഡ് കെട്ടിയിട്ട്, നിങ്ങൾ കണ്ടില്ലേ, ശ്വാസതടസ്സം കൊണ്ട് ഇപ്പൊ കോൺസെൻട്രേറ്റർ വെച്ചുകൊണ്ടാണ്, ഇടയ്ക്കിടയ്ക്കുള്ള ശ്വാസതടസ്സം വരുമ്പോ കോൺസെൻട്രേറ്ററും കൂടി വെച്ചുകൊണ്ടാണ് ഓരോ തവണയും ജീവൻ നിലനിർത്തി പോരുന്നത്. വൃക്കകൾ മാറ്റിവെച്ചാലേ നമുക്ക് പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. 35 ലക്ഷം രൂപയോളം പ്രിയപ്പെട്ടവരെ നമുക്ക് സമാഹരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടില്ലേ, ഏറ്റവും ഹൈജീനിക് ആയിട്ട് ജീവിക്കേണ്ട ആളുകളാണ് കിഡ്നി രോഗികൾ എന്ന് പറയുന്നത്. വൃത്തി, നല്ല ശുദ്ധി വേണം, ഹൈജീനിക് വേണം, ബാത്റൂം അടക്കം. പ്രിയപ്പെട്ടവരെ, മിച്ച ഭൂമിയിൽ ഷെഡ് കെട്ടി നാട്ടുകാരുടെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഗതികേടുള്ള കുടുംബത്തിന്റെ സങ്കടമാണ് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ പള്ളി മിനാരത്തിന്റെ താഴെ വെച്ചാണ് ഞാൻ അവസാനമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇത് അവസാന പ്രതീക്ഷയാണ്, ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല, ആ പ്രിയപ്പെട്ട മൻസൂറിന് വേണ്ടിയാണ്. മൻസൂർ മരണപ്പെട്ടാൽ ആ മക്കളുടെ സങ്കടം കൂടി ഈ നാടും നമ്മളൊക്കെ കാണേണ്ടി വരും. ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആ മനുഷ്യനെ
വൃക്ക മാറ്റിവെക്കൽ ഫണ്ടിലേക്ക് എല്ലാവരും ഒന്ന് കാര്യമായി സഹായിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഷമീർ കുന്നമംഗലത്തിന്റെ ശ്രമത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ദേശത്തും കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തുമുള്ള മലയാളികൾ ഒരിക്കൽ കൂടി ഈ കുടുംബത്തെ കണ്ണീരാഴ്ത്താതെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മളെ കൊണ്ട് ഈ പ്രദേശം നിങ്ങൾക്ക് പാവപ്പെട്ടവർ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇത്രയും വലിയൊരു തുക ശേഖരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ബഹുജന കൂട്ടായ്മയിൽ ഞാനും എൻ്റെ പ്രസ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അവർക്ക് നൽകുമെന്ന്. നമ്മുടെ കൂടെ ജീവിച്ച നമ്മോടൊപ്പം ജീവിച്ച ആ മൻസൂറിന് നമ്മളെ കൂടെ ഇനിയും ജീവിക്കേണ്ടതുണ്ട്. മരണത്തിലേക്ക് തള്ളിവിട്ടുകൂടാ. അകമഴിഞ്ഞ സഹായം, നാട്ടിലെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കൂ. അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീർ ഒപ്പാനും വേണ്ടി ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുട്ടിച്ചിറയിലെ നിവാസികളും 88-ാം വാർഡിൽ നേരത്തെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. പക്ഷേ അത് ഫലവത്താക്കാൻ സാധിച്ചില്ല. എല്ലാവരുടെ സഹായം സഹകരണം ഇതിനോട് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഞങ്ങളുടെ പ്രദേശത്തുള്ള സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുക. നമ്മുടെ ഈ വാർഡിലെ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചൊന്നായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു ചെറിയ സഹായം നിങ്ങൾ സഹായിക്കണേ, നിങ്ങൾ ഏറ്റെടുക്കണേ. അള്ളാഹുവിനെ ഓർത്തു പിടിച്ചുകൊണ്ട് ആ 2 മക്കളുടെ മുഖമെങ്കിലും ഓർത്തു പിടിച്ചുകൊണ്ട് 1.5 സെന്റിൽ ഒരു വീട് പോലും ഇല്ലാതെ കഴിയുന്ന പ്രിയപ്പെട്ട മൻസൂറിന്റെ സങ്കടമെങ്കിലും ഓർത്തു പിടിച്ചുകൊണ്ട് നിങ്ങൾ സഹായിക്കണേ, നിങ്ങൾ സഹായിക്കണേ, നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ.